ശബരിമല കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും അംഗങ്ങളെയും ഒക്കെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരികയാണ് SIT. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ദൈവതുല്യനായിരിക്കും ഇനി പെടാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. എങ്കിൽ ഇത് ആരുടെ അറസ്റ്റിലേക്കായിരിക്കും ചെന്നെത്തുക? വീണയെ ED ചോദ്യം ചെയ്തു, ഇനി പിണറായിയെ SIT ചോദ്യം ചെയ്യുമോ? പിണറായിയെ ചോദ്യം ചെയ്യില്ല. പക്ഷേ പിണറായിയുടെ ശിങ്കിടിയായിരുന്ന കടകംപള്ളി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് SIT. കാരണം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ദേവസ്വം ബോർഡുമായിട്ട് പിണറായിക്ക് ഒരു ബന്ധവുമില്ല. പിണറായി പറഞ്ഞത് എന്തെങ്കിലും ഇയാൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, പിണറായിയുടെ കാര്യമല്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്ക് പോലും ദേവസ്വത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം മന്ത്രിയല്ല ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്, സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ ബോഡി ഇത് കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രി ആകെ ഇടപെടാറുള്ളത് ശബരിമല കോർഡിനേഷൻ വരുന്ന സമയത്ത്, മണ്ഡലകാല കോർഡിനേഷൻ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിലേറെ വകുപ്പുകളുടെ സഹായം ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്കേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ഇടപെടുന്നത്. അതും ഇതും തമ്മിൽ ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ ചോദ്യം ചെയ്യപ്പെടുമെന്നോ ഞാൻ കരുതുന്നില്ല. പക്ഷേ ദേവസ്വം വകുപ്പ് മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ടാണത്. ഒന്ന്, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അതിനകത്ത് മൊത്തം റോള് സംശയാസ്പദമാണ്. ഒരിക്കൽ ചോദ്യം ചെയ്തു തോന്നുന്നു അദ്ദേഹത്തെ. മൊത്തം അദ്ദേഹത്തിൻ്റെ പങ്ക് സംശയാസ്പദമാണ്. കാരണം അദ്ദേഹത്തിന് വളരെ ഗാഢമായ ബന്ധം പോറ്റിയുമായിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള ഈ സർക്കാരിനും ശബരിമല കൊള്ളക്കേസിലെ എല്ലാ പ്രതികളെയും പിടിച്ച് ആ കേസ് മാന്യമായ രീതിയിലും മാതൃകാപരമായും ശിക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? SIT അന്വേഷണം തൃപ്തികരമല്ല. ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ തൃപ്തികരമായോ? ഇതാണ് ചോദ്യം. അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലുമില്ല സർക്കാർ. ഇല്ല. VD സതീശനായാലും വാക്ക് യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ വായിൽ തോന്നിയത് എപ്പോഴും വിളിച്ചു പറയുന്ന K മുരളീധരനായാലും ഒക്കെ പറഞ്ഞിരുന്ന SIT അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. ആ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിയില്ല. ഇവർ വന്നല്ലോ, ഇവർ അധികാരത്തിലായിട്ട് 1 മാസം കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണത് CBI അന്വേഷിക്കട്ടെ എന്ന് ഇവർ പറയാത്തതിൻ്റെ കാരണം? ആ ചോദ്യമില്ലേ? പിന്നെ എത്ര ലാഘവത്തോടെയാണ് ഇവർ ദേവസ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് സ്മാർട്ട് ക്രിയേഷൻ്റെ ലീഗൽ അഡ്വൈസറായിരുന്ന അതിൻ്റെ അഭിഭാഷകനെ പിടിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലാക്കിയത് ദേവസ്വത്തിൻ്റെ. കാരണം അവർ അത്രയകത്ത് ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്രതിപക്ഷത്തിരുന്നപ്പോഴും നടത്തിയ വാഗ്വാദങ്ങളെല്ലാം ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് അവർ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. കാരണം അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും SIT വളരെ നല്ല അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി വളരെ ശരിയായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഭരണത്തിലില്ലാതിരുന്ന സമയത്ത് പറഞ്ഞ ഹൈക്കോടതി ശരിയല്ല, SIT ശരിയല്ല, ഇവരിത് ചെയ്യാൻ പാടില്ല, ഇത് വേറെ ഏജൻസി അന്വേഷിക്കണം. എന്നിട്ട് എന്താണ് അവർ വേറെ ഏജൻസിക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം? അതില്ലേ. ഇപ്പം ഇതിൽ ഇവരൊക്കെ സ്വാഭാവികമായും പ്രതിപട്ടികയിൽ വരേണ്ടവരാണ്. അവർ പ്രതിസ്ഥാനത്ത് വരും. പക്ഷേ അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ കോടതിയിൽ തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യാം. അത് ഓരോരുത്തരും സ്വന്തമായി വാദിച്ച് തെളിയിക്കേണ്ട ഒന്നാണ്. ഇവരിനകത്ത് ഇടപെട്ടതൊരു ഗ്രൂപ്പായിട്ടാണെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റക്കൊറ്റക്കാണ് ഓരോരുത്തരും ചെയ്തേക്കണം. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റാണെന്നോ ശരിയാണെന്നോ സ്ഥാപിച്ചിട്ട് വരേണ്ടതാണ്. പുറത്തേക്കും വരാം, അകത്തേക്കും പോകാം. അതെന്താണെന്നുള്ള കാര്യം അവരുടെ ഭാഗ്യം അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും ശരിയാണ്, ശബരിമല തുടങ്ങിയിട്ട് കാലം എത്രയായി? ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വന്ന് ഈ ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പതനത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശബരിമലയായിരുന്നു. അന്ന് ശബരിമല വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ശബരിമല വെച്ച് കാര്യങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചവർ വന്നിട്ടും ശബരിമലയ്ക്ക് വേണ്ടി, അയ്യപ്പന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ്റിന്
ശബരിമല സംരക്ഷണം അവരുടെ ഒരു അജണ്ടയിൽപ്പെട്ട കാര്യമല്ലല്ലോ, അവരുടെ അജണ്ടയിൽപ്പെട്ട കാര്യമില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവും എല്ലാം ഹനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട്. നിവൃത്തിയില്ലാണ്ടാണ് അവരത് ചെയ്യാത്തത്. അവർക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർ നിരോധിക്കുകയും നിഷ്കാസിതമാക്കുകയും ഒക്കെ ചെയ്യും. അത് അവരുടെ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് അവരാണ് ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല കേസിൽ എന്ത് സംഭവിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യം നമുക്ക് കണ്ടിരുന്ന് കാണാനേ പറ്റുള്ളൂ, കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം പക്ഷേ ഈ പിണറായി വിജയൻ്റെ മൊഴിയെടുക്കുകയെങ്കിലും ചെയ്യില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സാർ? അതായത് സർവാധികാരിയായിട്ടിരുന്ന ആളാണ് മുഖ്യമന്ത്രിയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ വിധി വരുമ്പോൾ ഈ പറയുന്ന പത്മകുമാർ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു. അതിന് ശേഷം അധികാരത്തിലെത്തിയതിന് ശേഷവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിരവധി തവണ ഈ പ്രശാന്ത് ആയാലും അടക്കമുള്ളവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നു. എല്ലാ നയപരമായ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമാണ് എടുത്തിരുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, അങ്ങനെയല്ല. അതൊരു മുഖ്യമന്ത്രിക്ക് പങ്കില്ല. ശരിയാണ്. ആ ഒരു കാര്യം ഇതിലൊന്നും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടാകില്ല. പത്മകുമാർ പറയുന്നത് മുഖ്യമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തിയെന്നാണ്. അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും മുഖ്യമന്ത്രിയാണ് വിളിച്ചതെന്ന് ഇദ്ദേഹത്തിന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ആരുമാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ആ ആഫീസിൽ നിന്ന് വിളിച്ച ആളുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടാകാം. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ തന്നെ ആ പങ്ക് തെളിയിക്കപ്പെടാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് നിയമപരമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി പറയണം ഞങ്ങളെ മുഖ്യമന്ത്രി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണെന്ന് ഇവർ പറയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ നിർബന്ധിച്ചാൽ ആ നിർബന്ധിച്ച ആൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് അത് നിൽക്കില്ല. അതുകൊണ്ടാണ് നിയമപരമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. പക്ഷേ യുവതീ പ്രവേശം അദ്ദേഹം കൊണ്ടുവന്നാണ്. അദ്ദേഹത്തിൻ്റെ നവോത്ഥാന ക്രിയയായിരുന്നു. അന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം തീവ്രവാദികളുടെയും ഉപദേശങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ മരുമകനുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ അതേ നിർദ്ദേശം കേട്ടിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ എങ്ങനെയാണ് ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുകയോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയോ നടക്കുക? ഇപ്പോൾ ഇത് നടത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ അന്വേഷണം സമ്പൂർണ്ണമായിട്ടും കോടതി നടത്തുന്ന അന്വേഷണമാണ്, പോലീസ് നടത്തുന്നതല്ല. പോലീസിനെ കൊണ്ട് കോടതി അന്വേഷിപ്പിച്ചിട്ട് കോടതിയാണ് അന്വേഷണം തെറ്റോ ശരിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ റിസൾട്ടിൽ നമുക്ക് സംശയമുണ്ട്, നമുക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ നമുക്ക് ഏത് കോടതിയിൽ പോകാൻ പറ്റും? കോടതിയാണല്ലോ അന്വേഷണം നടത്തുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് നടത്തിയത്. നമ്മൾ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അവർ വെച്ച അന്വേഷണം, അവർക്ക് തൃപ്തികരം എന്ന ഓരോ ഘട്ടത്തിലും അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ പിഴവുണ്ട് എന്ന് ഹൈക്കോടതിക്ക് സമ്മതിക്കാൻ പറ്റുമോ? അല്ല, പിഴവില്ല, പഴുതടച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ പ്രതികളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി പൊയ്ക്കൊണ്ടിരുന്നത്? അതെ, പ്രതികളെ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണം നീട്ടി കൊണ്ടുപോയത്. അതെ, ഇപ്പോഴും അന്വേഷണം കഴിഞ്ഞിട്ടില്ല. ഇനിയും കണ്ട് 20 ദിവസമായിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും 20 ദിവസം കൂടി ചോദിക്കും. അപ്പോഴും അത് വീണ്ടും കൊടുക്കും. ഇത് കഴിയുമ്പോൾ അവർ പറയും അവിടുന്ന് ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു മൂലക്കുന്ന് കുറച്ച് സ്വർണം കൂടി എടുത്തിട്ട് പരിശോധിക്കണമെന്ന് പറയും. അപ്പോൾ അത് വീണ്ടും അയച്ചു കൊടുക്കും. 30-35 ദിവസം കൊടുക്കും ഒരു സ്വർണ്ണ പരിശോധന കഴിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നീട്ടി പോയിക്കൊണ്ടിരിക്കും. അത് കുറേ കഴിയുമ്പോഴേക്കും ഇത് പ്രതികൾ തന്നെ മറന്നു പോകും അവരാണോ പ്രതികളെന്നുള്ള കാര്യം. ഇപ്പം തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? എല്ലാവരും നിയമപരമായിട്ട് അവർക്ക് ജാമ്യം കിട്ടിയതാണ്. കാരണം അവരെ പ്രതികളായിട്ട് സൂക്ഷിക്കാവുന്നതിൻ്റെ പരമാവധി കാലം സൂക്ഷിച്ചു. പക്ഷേ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് അക്കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ എന്താ നടക്കണമെന്ന് നാട്ടുകാർക്ക് അറിയാനും പാടില്ല. ഭക്തജനങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള അവകാശമുള്ളതല്ലേ? എനിക്ക് അയ്യപ്പ ഭക്തനെന്ന നിലയ്ക്ക് എനിക്കിതിന് അവകാശമുണ്ടല്ലോ, എനിക്കും കൂടി അവകാശമുള്ള കാര്യമല്ലേ? അത് ഞാനൊന്നും അറിയേണ്ടതാണെന്ന് കോടതി പറഞ്ഞു. ഇനി ആ അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു അയ്യപ്പ ഭക്തൻ എന്ന നിലയ്ക്ക് എനിക്കോ നിങ്ങൾക്കോ ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? ആരെ സമീപിക്കും? ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്ന ഉത്തരവാണ്. അന്വേഷണത്തിൽ പഴുതടച്ചതാണെന്നും അന്വേഷണത്തിൽ അപാകതയില്ല എന്നും ഡിവിഷൻ ബെഞ്ച് ഓരോ ഘട്ടത്തിലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഔട്ട്കം അത് എന്തു തന്നെ ആയാലും, അതിൻ്റെ ഫലം എന്തു തന്നെ ആയാലും, ആ ഫലത്തിൻ്റെ ഒരു പ്രശ്നമില്ലേ? നിയമപ്രശ്നമില്ലേ?
ഈ അന്വേഷണം ശരിയല്ല എന്നെനിക്ക് ഹൈക്കോടതി പോകാൻ പറ്റുമോ? പറ്റില്ല. ഈ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്വേഷണം നടത്തുക എന്നുള്ളത് കോടതിയുടെ പരിപാടിയല്ല. നടത്തിയ അന്വേഷണം നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ അല്ലയോ, നിയമപരമായിട്ട് അതിന് പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കോടതി. അതിന് പകരം അന്വേഷണം തന്നെ കോടതി ഏറ്റെടുത്താണത്. അതൊരു ശരിയായ സമീപനവുമല്ല. കാരണം കോടതിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ റിപ്പോർട്ടൊക്കെ വന്ന് കോടതിയിൽ ഇനിയിപ്പോൾ വിചാരണ കോടതി പോകേണ്ടി വരും. കേസ് വിചാരണ കോടതി പോയി വിചാരണ കഴിഞ്ഞ് ഈ കേസിൽ വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ കേസ് എത്തണം എന്നാണ് ഇപ്പോഴത്തെ ഭരണകക്ഷിയും ഇപ്പോഴത്തെ പ്രതിപക്ഷവും ഒരുമിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.